എല്ലാവർക്കും നമസ്കാരം. നഴ്സിംഗ് ഗവേഷണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്, വിശ്വാസ്യത. ഇതെന്താണെന്നും എന്തുകൊണ്ട് ഇത്ര പ്രധാനമാണെന്നും നമുക്ക് നോക്കാം. നമുക്ക് വളരെ സിമ്പിളായൊരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം, അല്ലേ? നിങ്ങളുടെ വീട്ടിലൊരു വെയിറ്റിംഗ് സ്കെയിൽ ഉണ്ടെന്ന് കരുതുക. നിങ്ങൾ അതിൽ കയറി നിൽക്കുമ്പോഴോ ഓരോ തവളയും ഓരോ വെയിറ്റാണ് കാണിക്കുന്നതെങ്കിലോ അങ്ങനൊരു മെഷീനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല, അല്ലേ? ഇനിയൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതേപോലൊരു സ്ഥിരതയില്ലാത്ത അവസ്ഥ ഒരു ആശുപത്രിയിലാണെങ്കിലോ അവിടെ എടുക്കുന്ന ഓരോ അളവുകളും ചിലപ്പോൾ ജീവൻ മരണ തീരുമാനങ്ങളെ വരെ സ്വാധീനിക്കുന്ന ഒന്നാണ്. അപ്പോൾ കാര്യങ്ങൾ എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന് ഊഹിക്കാമല്ലോ. അപ്പോൾ ഈയൊരു ചിന്തയിൽ നിന്നാണ് നമ്മൾ എല്ലാ ഗവേഷണങ്ങളുടെയും, പ്രത്യേകിച്ച് നഴ്സിംഗ് രംഗത്തെയും ഒരു അടിസ്ഥാന തത്വത്തിലേക്ക് എത്തുന്നത്. എന്തുകൊണ്ടാണ് ഈ സ്ഥിരത ഇത്രയധികം പ്രധാനമാകുന്നത്? കാരണം നഴ്സിംഗ് ഗവേഷണത്തിൽ നമ്മൾ വെറും തൂക്കമോ അല്ലെങ്കിൽ ടെമ്പറേച്ചറോ മാത്രമല്ല അളക്കുന്നത്. ഒരു രോഗിയുടെ വേദന, അവരുടെ മാനസികാവസ്ഥ, അങ്ങനെ ഒരുപാട് സങ്കീർണമായ മനുഷ്യാനുഭവങ്ങളെയാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടുതന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അങ്ങേയറ്റം വിശ്വസനീയമായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ സ്ഥിരത എന്ന ആശയത്തിന് ഗവേഷണ രംഗത്ത് ഒരു പേരുണ്ട്. നമുക്കതിൻ്റെ സാങ്കേതിക വശങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഇതിനെയാണ് വിശ്വാസ്യത അല്ലെങ്കിൽ റിലയബിലിറ്റി എന്ന് പറയുന്നത്. വളരെ ലളിതമായി പറഞ്ഞാൽ, ഒരു ഉപകരണം ഉപയോഗിച്ച് ഒരേ സാഹചര്യത്തിൽ ഒരു കാര്യത്തിനെ പലതവണ അളന്നാലും നമുക്ക് ഏകദേശം ഒരേപോലത്തെ റിസൾട്ട് തന്നെ കിട്ടണം. അതാണ് വിശ്വാസ്യത. ഈ വിശ്വാസ്യതയെ വേറെ പറയുകയല്ല, അതിനെ അളക്കാൻ ഒരു സ്കെയിൽ തന്നെയുണ്ട്. 0 മുതൽ 1 വരെയുള്ള ഒരു സ്കെയിലിലാണ് ഇത് സാധാരണയായി അളക്കുന്നത്. 0 എന്ന് പറഞ്ഞാൽ ഒട്ടും വിശ്വാസമല്ല, അതേസമയം 1 എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്, ഒരു പിഴവുമില്ലാത്ത, പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നാണ്. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്: ഒരു ഉപകരണം വിശ്വസിക്കാൻ കൊള്ളുന്നതാണോ എന്ന് ഗവേഷകർ എങ്ങനെയാണ് ഉറപ്പുവരുത്തുന്നത്? അതിന് പ്രധാനമായും 3 വഴികളാണുള്ളത്. നമുക്ക് ഓരോന്നായി നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് 2 എണ്ണമാണ്. ഒന്ന്, കാലത്തിനനുസരിച്ച് ഒരു ഉപകരണത്തിന് സ്ഥിരതയുണ്ടോ എന്ന് നോക്കുന്നത്. മറ്റൊന്ന്, പല ആളുകൾ ഒരേ ഉപകരണം ഉപയോഗിക്കുമ്പോൾ ഒരേപോലത്തെ റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നത്. രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ സ്ഥിരത അല്ലെങ്കിൽ ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം നോക്കാം. വിട്ടുമാറാത്ത വേദനയുള്ള ഒരു രോഗി. അയാളുടെ വേദനയുടെ കാഠിന്യം ഒരു പെയിൻ സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ ഇന്ന് അളക്കുന്നു. രോഗിയുടെ അവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് അതേ സ്കെയിൽ ഉപയോഗിച്ച് വീണ്ടും അളക്കുമ്പോഴും ഏകദേശം അതേ സ്കോർ തന്നെ കിട്ടണം. അങ്ങനെ കിട്ടിയാൽ ആ സ്കെയിലിന് നല്ല സ്ഥിരതയുണ്ടെന്ന് പറയാം. ഇനി തുല്യത അല്ലെങ്കിൽ ഇന്റർറേറ്റർ റിലയബിലിറ്റിയുടെ ഒരു ഉദാഹരണം നോക്കാം. ഒരു നഴ്സിംഗ് സ്റ്റുഡന്റ് ഇഞ്ചക്ഷൻ എടുക്കുന്നതിനെ 2 ഇൻസ്ട്രക്ടർമാർ ഒരേ ചെക്ക്ലിസ്റ്റ് ഉപയോഗിച്ച് വിലയിരുത്തുകയാണെന്ന് വയ്ക്കുക. രണ്ടുപേരും കൊടുക്കുന്ന സ്കോറുകൾ ഏകദേശം ഒന്നാണെങ്കിൽ അതിനർത്ഥം ആ ചെക്ക്ലിസ്റ്റ് വളരെ വ്യക്തവും വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അതീതവുമാണെന്നാണ്. അതാണ് അതിന്റെ വിശ്വാസ്യത. ഇനി നമുക്ക് മൂന്നാമത്തെയും അവസാനത്തെയും തരം വിശ്വാസ്യതയിലേക്ക് കടക്കാം. ഇത് ആ ഉപകരണത്തിന്റെ ഉള്ളിലേക്ക് തന്നെ നോക്കുന്ന ഒന്നാണ്. അതായത്, ഒരു സ്കെയിലിൽ കുറേ ചോദ്യങ്ങളുണ്ടെങ്കിൽ ആ എല്ലാ ചോദ്യങ്ങളും ഒരേ കാര്യത്തെ തന്നെയാണോ അളക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതിനെയാണ് ആന്തരിക സ്ഥിരത എന്ന് പറയുന്നത്. ശരിക്കും ഒരു ഫുട്ബോൾ ടീം പോലെയാണിത്. ടീമിലെ എല്ലാ കളിക്കാരും ഒരേ ഗോളിനു വേണ്ടിയല്ലേ കളിക്കുന്നത്. അതുപോലെ ഒരു സർവേയിലെ എല്ലാ ചോദ്യങ്ങളും ഒരേ ആശയത്തെ അളക്കാൻ വേണ്ടിയുള്ളതായിരിക്കണം. അപ്പോൾ എപ്പോഴാണിതിൽ പിഴവ് വരുന്നത്? ഉദാഹരണത്തിന്, വിഷാദരോഗം അളക്കാനുള്ള ഒരു ചോദ്യാവലിയിൽ ഉത്കണ്ഠയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെയിരിക്കും? അല്ലെങ്കിൽ കുടുംബാസൂത്രണത്തെക്കുറിച്ചുള്ള സർവേയിൽ മുലയൂട്ടലിനെക്കുറിച്ച് ചോദിച്ചാലോ? അവിടെയാണ് അതിന്റെ ആന്തരിക സ്ഥിരത നഷ്ടപ്പെടുന്നത്. ഈ ആന്തരിക സ്ഥിരത അളക്കാനും ഒരു വഴിയുണ്ട്. അതിന് ഗവേഷകർ ഉപയോഗിക്കുന്ന ഏറ്റവും സാധാരണമായൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റാണ് ക്രോൺബാക്സ് ആൽഫ. ഈ ക്രോൺബാക്സ് ആൽഫയ്ക്കും ഒരു സ്കോറുണ്ട്. സാധാരണയായി 0.80 മുകളിലുള്ള സ്കോർ വളരെ നല്ലതായി കണക്കാക്കുന്നു. എന്നാൽ 0.60 താഴെയാണെങ്കിൽ ആ ഉപകരണം അത്ര വിശ്വസിക്കാൻ കൊള്ളില്ല. അതിൽ പിഴവുകൾ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ക്രോൺബാക്സ് ആൽഫ സ്കോർ എത്രത്തോളം കൂടുന്നുവോ അത്രത്തോളം ആ അളവെടുപ്പിലെ പിഴവുകൾ കുറവായിരിക്കും. അതായത് ആ ഉപകരണം കൂടുതൽ വിശ്വസനീയമാകും. ഓക്കെ, അപ്പോൾ വിശ്വാസ്യത എന്താണെന്നും അതിൻ്റെ പല തരങ്ങളും എങ്ങനെയാണ് പരിശോധിക്കുന്നതെന്നും നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. ഇതൊക്കെ അറിഞ്ഞിട്ട് എന്താ കാര്യം? നേഴ്സിംഗ് ഗവേഷണത്തിൽ ഇതിനെന്തിനാ ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്? കാരണം വളരെ ലളിതമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന അളവെടുപ്പ് ഉപകരണം വിശ്വസിക്കാൻ കൊള്ളാത്തതാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടിനെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ആ ഗവേഷണത്തിലെ കണ്ടെത്തലുകളും നിഗമനങ്ങളും മുഴുവൻ ഒരു ഉറപ്പില്ലാത്ത അടിത്തറയിലായിരിക്കും പണിതുയർത്തിയിരിക്കുന്നത്. ഈയൊരു കാര്യം ഓർത്തുവെക്കുന്നത് നല്ലതാണ്. വിശ്വാസ്യത കുറഞ്ഞ ഒരു ഉപകരണത്തിന്
ഒരിക്കലും സാധുത, അതായത് വാലിഡിറ്റി ഉണ്ടാകില്ല. വിശ്വാസ്യത എന്നതൊരു കെട്ടിടത്തിന്റെ ഫൗണ്ടേഷൻ പോലെയാണ്. ഫൗണ്ടേഷനില്ലാതെ കെട്ടിടം നിലനിൽക്കില്ലല്ലോ. എന്നാൽ ഇവിടെ രസകരമായൊരു കാര്യമുണ്ട്. ഒരു ഉപകരണം വളരെ വിശ്വസനീയമായിരിക്കാം, പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല. കാരണം അത് സ്ഥിരമായി അളക്കുന്നത് ഒരുപക്ഷെ തെറ്റായ കാര്യമായിരിക്കാം. അതെ, ഒരു ഉപകരണം സ്ഥിരതയുള്ളതാണെന്ന് കരുതി അത് അളക്കുന്നത് ശരിയായ കാര്യമാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? ഈ ചോദ്യമാണ് നമ്മളെ അടുത്ത പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കൊണ്ടുപോകുന്നത്, സാധുത അഥവാ വാലിഡിറ്റി. പക്ഷെ അത് നമുക്ക് മറ്റൊരവസരത്തിൽ വിശദമായി ചർച്ച ചെയ്യാം.